സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ പുതിയ ബാച്ചിൻ്റെ സെലക്ഷൻ ടെസ്റ്റ്, പ്രൊമോഷൻ ടെസ്റ്റ് എന്നീ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കായി തയ്യാറാക്കിയ ചോദ്യോത്തരങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റിൻ്റെ മൂല്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേരെന്താണ്? ദൃശ്യപാഠം. കേരളത്തിലെ SPCയുടെ ഫൗണ്ടർ ആരാണ്? പി. വിജയൻ IPS. SPCയുടെ ആപ്തവാക്യം എന്താണ്? വി ലേൺ ടു സെർവ്. കേരളത്തിൽ SPC പദ്ധതിയുടെ ആദ്യ നോഡൽ ഓഫീസർ ആരായിരുന്നു? പി. വിജയൻ IPS. ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂൺ 5. ഹെപ്പറ്റൈറ്റിസ് രോഗം ബാധിക്കുന്ന മനുഷ്യ ശരീരഭാഗം ഏതാണ്? കരൾ. ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികളുടെ മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരമായി കേരള പോലീസിൻ്റെയും SPCയുടെയും ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ടെലിഫോൺ കൗൺസിലിംഗ് പ്രോഗ്രാമിൻ്റെ പേര്? ചിരി. ഏത് മൂലകത്തിൻ്റെ കുറവ് പരിഹരിക്കുന്നതിനാണ് കർഷകർ കൃഷിഭൂമിയിൽ യൂറിയ ചേർക്കുന്നത്? നൈട്രജൻ. മേരി സമുദായത്തിന് പട്ടികവർഗ പദവി നൽകുന്നതുമായി ബന്ധപ്പെട്ട സംഘർഷം നടന്ന സംസ്ഥാനം? മണിപ്പൂർ. ഒരു മണിക്കൂർ എന്നത് എത്ര സെക്കൻഡാണ്? 3600 സെക്കൻഡാണ് ഒരു മണിക്കൂർ. പ്രധാനമന്ത്രി രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ ആരാണ് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? മുഖ്യമന്ത്രി. SPC ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന നയരൂപീകരണ സമിതി ഏതാണ്? സംസ്ഥാനതല ഉപദേശക സമിതി. എൻ്റെ മരം എന്ന പദ്ധതിയിൽ SPCയുമായി സഹകരിക്കുന്ന സർക്കാർ വകുപ്പ് ഏതാണ്? സോഷ്യൽ ഫോറസ്ട്രി. SPC പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ ആരാണ്? സ്റ്റേറ്റ് നോഡൽ ഓഫീസർ. നിലവിൽ 2025 കേരള വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? പി. ശിവൻകുട്ടി. റൈറ്റ് ദി നെക്സ്റ്റ് നമ്പർ ഓഫ് ദി ഫോളോയിങ് സീക്വൻസ് 1 1 2 3 5 8 13. അടുത്ത നമ്പർ 21 ആണ്. രണ്ട് നമ്പർ ആഡ് ചെയ്ത് പോകുകയാണ് ചെയ്യുന്നത്. ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജം നിർണ്ണയിക്കുന്ന യൂണിറ്റ് ഏതാണ്? കലോറി. SPC പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ചത് ഏത് വർഷം? 2010 ഓഗസ്റ്റ് 2. നാന്ദി കുറിക്കുക എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത്? തുടക്കം കുറിക്കുക എന്നതാണ് നാന്ദി കുറിക്കുക എന്ന് പറയുന്നത്. എനിക്കൊരു സ്വപ്നമുണ്ട് എന്ന് തുടങ്ങുന്ന പ്രശസ്തമായ പ്രസംഗം ആരുടേതാണ്? മാർട്ടിൻ ലൂതർ കിങ്. 10³ + 11³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 10³ 1000, 11³ 1331. 2331 ആൻസർ വരുന്നത്. പ്ലാസ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്യുന്ന ശരിയായ രീതി ഏതാണ്? പുനരുപയോഗിക്കുക. SPC ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 2 SPC ദിനമായി ആചരിക്കുന്നത്. ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഭ്രാന്തൻ വേലായുധൻ? MD വാസുദേവൻ നായരുടെ ഇരുട്ടിൻ്റെ ആത്മാവ്. SPC പതാകയുടെ നിറം എന്താണ്? നീല നിറമാണ് SPC പതാക. നമ്മുടെ രാജ്യത്ത് റിപ്പബ്ലിക് ദിന പരേഡിൽ സല്യൂട്ട് സ്വീകരിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. CMDRF എന്നത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? ദുരിതാശ്വാസം. ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് എന്നതാണ് CMDRF.
സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ഏതാണ്? ബുധനാണ് സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം. SPCയുടെ പതാക പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെയാണ്? നാഷണൽ ഇൻ്റഗ്രിറ്റി ബേസ്ഡ് ഓൺ ഡിസിപ്ലിൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ദേശീയ സമഗ്രത അടിസ്ഥാനമാക്കിയുള്ള അച്ചടക്കത്തിലും സർഗാത്മകതയിലും. ഗോൾഡൻ ഗ്ലോബ് റേസ് പായ്വഞ്ചിയോട്ട മത്സരത്തിൽ പങ്കെടുത്ത മലയാളി നാവികൻ അഭിലാഷ് ടോമി. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്ന ഉപകരണത്തെ വിളിക്കുന്ന പേര്? സീസ്മോഗ്രാഫ്. SPC പദ്ധതി സ്കൂളുകളിൽ ആരംഭിച്ചത് എന്നാണ്? 2010 ഓഗസ്റ്റ് 27. ലോകരാജ്യങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ട സ്മാരകങ്ങളെയും പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശങ്ങളെയും ഉൾപ്പെടുത്തി യുനെസ്കോ തയ്യാറാക്കുന്ന പട്ടിക? ലോക പൈതൃക പട്ടിക. സോൾവ് ദി ഫോളോയിങ് ഇക്വേഷൻ. 2 × x + 5 = 14. അതുപോലെ 2x + 10 = 14. 2x = 14 - 10 ആണ്. അപ്പോൾ 2x എന്ന് പറഞ്ഞാൽ = 4 ആവും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 4/2 = ആൻസർ ഈസ് 2. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ABC എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം. SPCയുടെ സ്കൂൾ തല ഉപദേശക സമിതി ചെയർമാൻ ആരാണ്? പ്രധാന അധ്യാപകൻ ഓർ അധ്യാപിക. ഡ്രീം എന്ന പദത്തെ ESFBN എന്നെഴുതാമെങ്കിൽ ഡ്രൈവർ എന്നത് എങ്ങനെ എഴുതാം? ESJWFS. അടുത്തടുത്ത ലെറ്ററാണ് എഴുതുന്നത്. സ്റ്റുഡൻറ്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ ഔദ്യോഗിക വെബ് പേജ് ഏതാണ്? www.studentpolicecadet.org. ഏറ്റവും വലിയ നാലക്ക സംഖ്യയും ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം? 8999. കിങ് ഓഫ് കെമിക്കൽസ് എന്ന് പറയുന്നത് ഏതാണ്? സൾഫ്യൂരിക് ആസിഡ് H2SO4നെയാണ് രാസവസ്തുക്കളുടെ രാജാവെന്ന് പറയുന്നത്. SPC വെർച്വൽ ക്ലാസ്സിൽ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച പരമ്പരയുടെ പേര്? അകലങ്ങളിലെ പ്രപഞ്ചം. ഡോൾഫിൻ കിക്ക് എന്നത് ഏതുമായി ബന്ധപ്പെട്ടതാണ്? നീന്തലുമായി ബന്ധപ്പെട്ട പദമാണ് ഡോൾഫിൻ കിക്ക്. SPCയുടെ ഒരു പദ്ധതിയായ ചിരിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? 9497900200 എന്നതാണ് ചിരിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ. SPC വെർച്വൽ ക്ലാസ്സിൽ പൗരബോധവും സാമൂഹിക പ്രതിബദ്ധതയും എന്ന വിഷയം ആരുടെ ജീവിതം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്? മഹാത്മാഗാന്ധി. SPC കുട്ടികളുടെ മാനസിക ഉല്ലാസം വർദ്ധിപ്പിക്കുന്നതിനായി എല്ലാ ഞായറാഴ്ചയും നടത്തിവരുന്ന കോമഡി പരമ്പരയുടെ പേര്? ചിരിയോ ചിരി. SPC ഗീതത്തിൻ്റെ രചയിതാവ് ആരാണ്? K. ജയകുമാർ IAS. ചുവപ്പ് പച്ച നിറങ്ങൾ ചേർന്നാൽ ലഭിക്കുന്ന നിറം ഏതാണ്? മഞ്ഞ നിറം. പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? വയനാട് ജില്ലയിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. സ്കൂൾ വാഹനത്തിൽ സീറ്റിൻ്റെ എത്ര ശതമാനം നിന്ന് യാത്ര ചെയ്യുവാൻ അനുവാദമുണ്ട്? നിന്ന് യാത്ര ചെയ്യാൻ അനുവാദമില്ല. ഇമെയിൽ എന്നതിലെ ഈ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇലക്ട്രോണിക്. അടുത്തത് കൂട്ടുകാർക്കുള്ളൊരു ചോദ്യമാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ആരെയാണ് ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവെന്നറിയപ്പെടുന്നത്? ഉത്തരം അറിയാവുന്ന കൂട്ടുകാർ കമൻറ്റ് ചെയ്തോളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. എല്ലാ കൂട്ടുകാർക്കും വിജയാശംസകൾ.